വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഈ ഒരു റോസ് കളർ മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ 3 കൂടി ചേർത്ത് ചതച്ചതാണ് കേട്ടോ. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാബേജാണ്. അതൊരു കപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവയെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്നും വഴറ്റണ്ട. പിന്നെ ഇതിലേക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഇതിൻ്റെ മുമ്പ് ചിക്കനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല എല്ലാത്തിലേറെ കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം മസാലപ്പൊടികൾ ഇത്ര ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് ചിക്കനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്താലും മതി. അതിലേറെയൊക്കെ നല്ലത് ഇതുപോലെ കൈവച്ചിട്ട് പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എങ്കിലേ ആ ഒരു ഫില്ലിങ്ങിൽ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഈ പാല് ചേർക്കുമ്പോൾ ഇതിലേക്ക് മൈദമാവ് ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ക്രീം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറട്ടെ. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ മൈദാമാവ് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സ്നാക്സിന് 2 ഷീറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ മറ്റൊരു ഷീറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. ഫില്ലിങ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറേശ്ശെ ഇതിലേക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ആദ്യം താഴെ വെച്ച ഷീറ്റിൻ്റെ ഒരു വശം എടുത്തിട്ട് ഇതുപോലെ മുകളിലായിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള വശത്ത് നമ്മുടെ മൈദയുടെ ആ മിക്സ് തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അത് മടക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു ബോക്സ് ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മുട്ടയുടെ ഈ ഒരു മിക്സിൽ
മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ 4 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു വിക്സ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാത്തിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്തെടുക്കുമല്ലോ, അതേപോലെ തന്നെ ആക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ എല്ലാ വശത്തും കൂടി ആക്കണം കേട്ടോ. 4 വശത്തും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസൊക്കെ ആക്കിയെടുക്കണം. അങ്ങനെ എല്ലാത്തിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കാനായിട്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വശവും ഇതുപോലെ ഈ ഒരു ഗോൾഡ് കളർ ആവുന്ന രീതിക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുറമേ ഉള്ള സമൂസ ഷീറ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ആക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് തന്നെയാണത്. പിന്നെ ചിക്കനും പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ അടുത്തുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.